Hi students, today we are going to see the fourth characteristic of Java, that is, Java is a robust language. The meaning of robust is strong and healthier. Java is called a robust language due to the following four reasons. Java റോബസ്റ്റ് ആണ്, സ്ട്രോങ് ആൻഡ് ഹെൽത്തിയർ ആണ് എന്ന് പറയാനായിട്ട് കാരണം ഇനി നമ്മൾ കാണാൻ പോകുന്ന 4 കാരണങ്ങളാണ്. നമ്പർ 1, ജാവ ഈസ് എ സ്ട്രിക്ട്ലി ടൈപ്ഡ് ലാംഗ്വേജ്. ജാവ എന്ന് പറയുന്നത് സ്ട്രിക്ട്ലി ടൈപ്ഡ് ലാംഗ്വേജ് ആണ്. ദാറ്റ് മീൻസ് ഇൻ ജാവ ലാംഗ്വേജ് എവരി വേരിയബിൾ ഹാസ് എ ഡാറ്റ ടൈപ്പ്, എവരി എക്സ്പ്രഷൻ ഹാസ് എ ഡാറ്റ ടൈപ്പ്, and the values that are assigned to the variables should be compatible with the data type. അതായത് ജാവ ലാംഗ്വേജിൽ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ വേരിയബിൾസിനും എന്തുണ്ടായിരിക്കണം? ഒരു ഡാറ്റ ടൈപ്പ് നിർബന്ധമായിരിക്കണം. ഡാറ്റ ടൈപ്പ് ഇല്ലാതെ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാനായിട്ട് പാടില്ല. ഒരു എക്സ്പ്രഷൻ നമ്മൾ എഴുതുമ്പോഴും ആ എക്സ്പ്രഷൻ്റെ അകത്തുള്ള എല്ലാ വേരിയബിൾസും അതിൻ്റേതായ ഡാറ്റ ടൈപ്പ് ഉണ്ടായിരിക്കണം. ഇനി ഇങ്ങനെ ഡിക്ലെയർ ചെയ്യപ്പെടുന്ന വേരിയബിൾസിലേക്ക് നമ്മൾ വാല്യൂ അസൈൻ ചെയ്യുമ്പോൾ അസൈൻ ചെയ്യപ്പെടുന്ന വാല്യൂ ഡിക്ലെയർ ചെയ്ത ഡാറ്റ ടൈപ്പിന് അനുയോജ്യമായിരിക്കണം, കോമ്പാറ്റബിൾ ആയിരിക്കണം. ക്യാരക്ടർ ഡാറ്റ ടൈപ്പ് നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ട് അതിലേക്ക് സ്ട്രിങ് അസൈൻ ചെയ്യുക, ഇല്ലെങ്കിൽ വേറെ ഇൻറ്റീജർ വാല്യൂസ് അസൈൻ ചെയ്യുക. ഇൻറ്റീജർ ആയിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്ത വേരിയബിളിലേക്ക് വേറെ സ്ട്രിങ് അസൈൻ ചെയ്യുക. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻകോമ്പാറ്റബിൾ ടൈപ്പ് ഡേറ്റ ഒരിക്കലും അസൈൻ ചെയ്യാൻ പാടില്ല. നമ്മൾ അസൈൻ ചെയ്യുന്ന ഡേറ്റ എങ്ങനെയായിരിക്കണം? ദാറ്റ് ഡേറ്റ ഷുഡ് ബി കോമ്പാറ്റബിൾ വിത്ത് ദ ഡേറ്റ ടൈപ്സ്. അതാണ് ആദ്യത്തേത്. ജാവ ഈസ് എ സ്ട്രിക്ട്ലി ടൈപ്പ് ലാംഗ്വേജ്. രണ്ടാമത്തെ റീസൺ, ജാവ ഹാസ് ഡബിൾ ചെക്കിംഗ്. ജാവ ഹാസ് ഡബിൾ ചെക്കിംഗ് മീൻസ് ദ സിൻടാക്സ് ഓഫ് ജാവ ലാംഗ്വേജ് ഈസ് ചെക്ക്ഡ് ട്വൈസ്. 2 പ്രാവശ്യം ജാവയുടെ സിൻടാക്സ് ചെക്ക് ചെയ്യുന്നുണ്ട്. യൂഷ്വലി ഓൾ അതർ ലാംഗ്വേജസ് വിൽ ചെക്ക് ദ സിൻടാക്സ് ഡ്യൂറിങ് കമ്പൈലേഷൻ ഉള്ളി. മറ്റുള്ള ലാംഗ്വേജസിലൊക്കെ നമ്മൾ കമ്പൈലേഷൻ ടൈമിലാണ് അതിൻ്റെ സിൻടാക്സ് ചെക്ക് ചെയ്യുന്നത്. എന്നിട്ട് എറേഴ്സ് ഉണ്ടെങ്കിൽ അത് ഡിസ്പ്ലേ ചെയ്യും. ബട്ട് ഇൻ ദ കേസ് ഓഫ് ജാവ, ദ സിൻടാക്സ് ഓഫ് എ ജാവ ആപ്ലിക്കേഷൻ വിൽ ബി ചെക്ക് ഡ്യൂറിങ് കമ്പൈലേഷൻ ആൻഡ് ഡ്യൂറിങ് എക്സിക്യൂഷൻ. കമ്പൈൽ ചെയ്യുന്ന സമയത്തും എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്ന സമയത്തും അതിൻ്റെ സിൻടാക്സ് ചെക്ക് ചെയ്യും. അപ്പോൾ എന്താണ് അതിൻ്റെ പ്രത്യേകതയുള്ളത്? ഡ്യൂറിങ് എക്സിക്യൂഷൻ ദ ജാവ ഇൻ്റർപ്രറ്റർ JVM, ജാവ വെർച്വൽ മെഷീൻ, ഓർ ദ ജാവ റൺ ടൈം എൻവയോൺമെൻറ്റ് വിൽ നോട്ട് അലോ എനി അതർ ഫോറിൻ കോഡ് അതർ ദാൻ ജാവ. അതായത് ജാവയിലല്ലാത്ത, ജാവ സിൻടാക്സ് ഇല്ലാത്ത വേറെ ഒരു കോഡുകളും ഈ ജാവ ആപ്ലിക്കേഷൻ്റെ കൂടെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ഇത് അനുവദിക്കുകയില്ല, ജാവ ഇൻ്റർപ്രറ്റർ. അപ്പം കൂടെ എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ എന്ത് സംഭവിക്കും? ഈ JVM എപ്പോഴും ഇടയ്ക്കിടയ്ക്കെല്ലാം സിൻടാക്സ് ചെക്ക് ചെയ്യും. ജാവ സിൻടാക്സ് ഇല്ലാത്ത ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഇതിൻ്റെ കൂടെ റൺ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് സമ്മതിക്കുകയില്ല. സോ ദ മോസ്റ്റ് ഓഫ് ദ ജാവ ആപ്ലിക്കേഷൻസ് വിൽ ബി വൈറസ് ഫ്രീ. അതുകൊണ്ട് വൈറസ് ഫ്രീ ആയിരിക്കും ഒരുപ്പെട്ട ജാവ ആപ്ലിക്കേഷൻസ് എല്ലാം. ഇല്ലെങ്കിൽ വൈറസിനെ എന്ത് ചെയ്യണം? ജാവ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് വൈറസിനെ ക്രിയേറ്റ് ചെയ്യണം. എന്താ വൈറസ് എന്ന് പറയുമ്പോൾ? വൈറസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ സ്മോൾ ആപ്ലിക്കേഷൻ. വൈറസിൻ്റെ ഫുൾ ഫോം എന്താണ്? വൈറ്റൽ ഇൻഫോർമേഷൻ റിസോഴ്സ് അണ്ടർ സീച്ച്. വൈറ്റൽ, വെരി ഇമ്പോർട്ടൻറ്റ്. ഇൻഫോർമേഷൻ റിസോഴ്സ്, വളരെ പ്രധാനപ്പെട്ട ഇൻഫോർമേഷൻ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡേറ്റ. അതെന്ത് ചെയ്യുന്നു? അണ്ടർ സീജ് ചെയ്യുന്നു, അതിനെ പിടിച്ചു വയ്ക്കുന്നു, നശിപ്പിച്ച് കളയുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മുടെ ഒരു കമ്പ്യൂട്ടറിലുള്ള ഡേറ്റാസിനെ നശിപ്പിക്കാനായിട്ട് ആളുകൾ ഉണ്ടാക്കി വരുന്ന ചെറിയ പ്രോഗ്രാംസാണ് വൈറസ്. അപ്പം ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസിനെ ജാവ ആപ്ലിക്കേഷൻ്റെ കൂടെ റൺ ചെയ്യാൻ അനുവദിക്കുകയില്ല. ബിക്കോസ് ഇറ്റ് ഹാസ് ഡബിൾ ചെക്കിംഗ്. ദ സിൻടാക്സ് ഓഫ് ജാവ ആപ്ലിക്കേഷൻ വിൽ ബി ചെക്ക് ഡ്യൂറിങ് റൺ ടൈം ഓൾസോ. The third point is Java has good memory management.
ജാവയ്ക്ക് നല്ല മെമ്മറി മാനേജ്മെൻ്റ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്ത് നമ്മൾ അനാവശ്യമായിട്ട് വേരിയബിൾസും അല്ലെങ്കിൽ ഓബ്ജക്റ്റുകളൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കുറേ മെമ്മറി അനാവശ്യമായിട്ട് ഉപയോഗിക്കാത്ത കുറേ കിടപ്പുണ്ടെങ്കിൽ സാധാരണ ലാംഗ്വേജിൻ്റെ അകത്തുനിന്ന് അതിനെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഡിലീറ്റ് ഓപ്പറേറ്ററൊക്കെ ഉപയോഗിച്ച് നമുക്ക് പറ്റത്തുള്ളൂ. ബട്ട് ഇൻ ദ കേസ് ഓഫ് ജാവ ഇറ്റ് ഹാസ് ഗാർബേജ് കളക്ഷൻ മെക്കാനിസം. ജാവയ്ക്ക് ഗാർബേജ് കളക്ഷൻ ഉണ്ട്. എന്താ ഗാർബേജ് എന്ന് പറഞ്ഞാൽ ദി അൺവാണ്ടഡ് എലമെൻറ്റ്സ് ഇൻ ദ മെമ്മറി. മെമ്മറിയിലുള്ള ആവശ്യമില്ലാത്ത എലമെൻസിനെ, ദാറ്റ് അൺവാണ്ടഡ് എലമെൻറ്റ്സ് വിൽ ബി കളക്റ്റഡ് ആൻഡ് ഡിലീറ്റഡ് ഓട്ടോമാറ്റിക്കലി ഫ്രം മെമ്മറി ഇൻ ദ കേസ് ഓഫ് ജാവ ലാംഗ്വേജ്. ജാവ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത ഇതുപോലെ ജാവ ആപ്ലിക്കേഷനിൽ നമ്മൾ അധികം ഉപയോഗിക്കാതെ അനാവശ്യമായിട്ട് ഡിക്ലെയർ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെത്താനെ അത് കളക്ട് ചെയ്ത് തന്നെത്താനെ ഡിലീറ്റ് ആയി പോയിക്കോളും. നമ്മൾ എക്സ്പ്ലിസിറ്റായിട്ട് മനഃപൂർവ്വം നമ്മളെ യൂസർ അതിനെ പ്രത്യേകിച്ച് ഡിലീറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. വേണമെങ്കിൽ ചെയ്യാം, അതിന് കമാൻഡ് ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, പക്ഷെ സാധാരണ അത് തന്നെത്താനെ നടത്തിക്കൊള്ളും. അതിന് നമ്മൾ പറയുന്ന പേരാണ് ഗാർബേജ് കളക്ഷൻ മെക്കാനിസം. ഗാർബേജ് കളക്ഷൻ ഹാപ്പൻഡ് വെൻ സിസ്റ്റം മെമ്മറി ഈസ് ഫുൾ or processor is idle. ഈ ഗാർബേജ് കളക്ഷൻ നടക്കുന്നത് എപ്പോഴാണ്? ഒന്നെങ്കിൽ സിസ്റ്റം മെമ്മറി ഫുള്ളാകുമ്പോൾ, അല്ലെങ്കിൽ പ്രോസസ്സർ ഐഡിലായിട്ടിരിക്കുമ്പോൾ. ഈ രണ്ട് കേസിലാണ് ഗാർബേജ് കളക്ഷൻ നടക്കുക എന്നാണ് പറയുന്നത്. ദ നെക്സ്റ്റ് പോയിന്റ് ഈസ് ജാവ ഹാസ് എക്സെപ്ഷൻ ഹാൻഡിലിംഗ് മെക്കാനിസം. ജാവയെ സംബന്ധിച്ചിടത്തോളം എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്യാൻ മെക്കാനിസം ഉണ്ട്. എക്സെപ്ഷൻ മീൻസ് റൺ ടൈം എറർ, റൺ ടൈമിലുണ്ടാകുന്ന എറർ. ഫോർ എക്സാമ്പിൾ ഡിവിഷൻ ബൈ സീറോ എറർ. ഏതെങ്കിലും നമ്പറിനെ 0 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, അത് സിൻറ്റാക്സ് എറർ അല്ല, കമ്പൈൽ ചെയ്യുമ്പം എറേഴ്സ് ഒന്നുമില്ല. ബട്ട് ഡ്യൂറിങ് എക്സിക്യൂഷൻ ദ പ്രോഗ്രാം വിൽ ബി ടെർമിനേറ്റഡ്. എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ആ പ്രോഗ്രാം ടെർമിനേറ്റ് ആയി പോകും. സോ ജാവ ഹാസ് എ മെക്കാനിസം to fix a runtime error without program termination, and that mechanism is called exception handling mechanism. We will study it later. The next point is Java is a case sensitive language. Java എന്ന് പറയുന്നത് ഒരു കേസ് സെൻസിറ്റീവ് ലാംഗ്വേജ് ആണ്. That means both upper and lower case letters will be treated as different. upper ആൻഡ് ലോവർ കേസ് ലെറ്റേഴ്സിനെ കൺസിഡർ ചെയ്യുന്നത് ഡിഫറൻ്റ് ആയിട്ടാണ്. ലോവർ കേസ് ലെറ്ററും അപ്പർ കേസ് ലെറ്ററും ഒരേപോലെ എടുക്കുകയില്ല, അത് രണ്ടും രണ്ടായിട്ടേ അത് ട്രീറ്റ് ചെയ്യത്തുള്ളൂ. സോ ഡ്യൂ ടു ദീസ് റീസൺസ് വി കോൾ ജാവ ഈസ് എ റോബസ്റ്റ് ലാംഗ്വേജ്. ദ ഫിഫ്ത്ത് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ജാവ ഈസ് ജാവ ഈസ് എ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻറ്റ് ലാംഗ്വേജ്. ജാവ എന്ന് പറയുന്നത് ഒരു പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻറ്റ് ലാംഗ്വേജ് ആണ്. നമ്മൾ നേരത്തെ കണ്ടു, ദ മെയിൻ റീസൺ ബിഹൈൻഡ് ദിസ് ഈസ് ദ മാജിക് കോഡ് ഓഫ് ജാവ, ദാറ്റ് ഈസ് ജാവ ബൈറ്റ് കോഡ്. ജാവ ബൈറ്റ് കോഡ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചു. ഇറ്റ് ഈസ് ആൻ ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് സ്റ്റാൻഡേർഡ് കോഡ്, ആൻഡ് ദാറ്റ് കോഡ് ഈസ് അക്സെപ്റ്റഡ് ബൈ ഓൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഇൻ ദ വേൾഡ് and all computer system architecture in the world. ലോകത്തിലുള്ള ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും ഈ ബൈറ്റ് കോഡ് അക്സെപ്റ്റബിൾ ആണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ജാവ ഈസ് എ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻറ്റ് ലാംഗ്വേജ്. The next sixth characteristic is Java is an architectural neutral language. Java ആർക്കിടെക്ചറൽ ന്യൂട്രൽ ലാംഗ്വേജ് ആണ്. അതും റീസൺ സെയിം ആണ്, ഡ്യൂ ടു മാജിക് കോഡ് ഓഫ് ജാവ, ദാറ്റ് ഈസ് ജാവ ബൈറ്റ് കോഡ്. ജാവ ബൈറ്റ് കോഡ് ഇൻ്റർനാഷണൽ അക്സെപ്റ്റഡ് സ്റ്റാൻഡേർഡ് കോഡ് ആയതുകൊണ്ട് ഏത് കമ്പ്യൂട്ടർ സിസ്റ്റം ആർക്കിടെക്ചേഴ്സിലും അത് റിസീവ് ചെയ്യപ്പെടും, ആൻഡ് വി ക്യാൻ റൺ ദാറ്റ് ബൈറ്റ് കോഡ്. സോ due to the speciality or a special feature of Java bytecode,
This Java language is a platform independent language and architectural neutral language. ഇത് രണ്ടിൻ്റെയും അടിസ്ഥാനം ജാവ ബൈറ്റ് കോഡാണ്. ഡോട്ട് ക്ലാസ് ഫയൽ എക്സ്റ്റൻഷനുള്ള ജാവ ബൈറ്റ് കോഡ്. അതിനെ നമ്മൾ വിളിക്കും ജാവയുടെ മാജിക് കോഡ് ഓഫ് ജാവ, ജാവാസ് മാജിക് കോഡ്. Due to the special nature of this byte code, Java is a platform independent language as well as Java is an architectural neutral language. The seventh characteristic of Java is it is a portable language. What's the meaning of portable? Portable means transferable. We can transfer a Java application from one place to another. ജാവ പോർട്ടബിൾ ആണ്, ട്രാൻസ്ഫറബിൾ ആണ്. ഈ ലോകത്തിലുള്ള ഏതൊരു സ്ഥലത്തിൽ നിന്നും മറ്റൊരു സ്ഥലത്തിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പം അങ്ങനെ കേൾക്കുമ്പം ഏത് ലാംഗ്വേജിൻ്റെ ആപ്ലിക്കേഷൻ ട്രാൻസ്ഫർ ചെയ്യുന്ന യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ ഇവിടെ ചുമ്മാ ട്രാൻസ്ഫർ ചെയ്താൽ പോരാ. ദാറ്റ് ഇഫ് യു ട്രാൻസ്ഫർ എ ജാവ ആപ്ലിക്കേഷൻ ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ് ഇൻ ദ വേൾഡ്, that application should run in a computer under the operating system of that computer and under the architecture of that computer. നമ്മൾ ഏത് കമ്പ്യൂട്ടറിലേക്കാണോ ഇത് ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തുള്ള ഒരു കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ മാറ്റുമ്പോൾ ആ കമ്പ്യൂട്ടറിലുള്ള OSൻ്റെ കീഴിൽ ആ കമ്പ്യൂട്ടറിൻ്റെ ആർക്കിടെക്ചർ വെച്ച് അത് അവിടെ റൺ ചെയ്യണം. സാധാ ആപ്ലിക്കേഷൻ C++ ആപ്ലിക്കേഷൻ ഒന്നും അങ്ങനെ മാറ്റി കഴിഞ്ഞാൽ റൺ ആകുകയില്ല. അതിന് അതിൻ്റെതായ കമ്പൈലറിൽ അത് OSൻ്റെ അകത്ത് കമ്പൈലർ വേണം, അതിനെ കമ്പൈൽ ചെയ്യണം, എന്നിട്ടേ അത് റണ്ണാകത്തുള്ളൂ. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടാണ്, വേറെ രീതിയിൽ പറഞ്ഞാൽ ജാവ ഈസ് എ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻറ്റ് ലാംഗ്വേജ് ആൻഡ് ആർക്കിടെക്ചറൽ ന്യൂട്രൽ ലാംഗ്വേജ്. സോ we can transfer a Java application from one place to another place in the world. So it is called a portable language. Portable ആകാൻ കാരണം എന്താണ്? ജാവ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻറ്റും ആർക്കിടെക്ചറൽ ന്യൂട്രൽ ലാംഗ്വേജും ആയതുകൊണ്ടാണ് അത് പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് ആകുന്നത്. The eighth characteristic is Java is a multi-threaded language. ജാവ multi-threaded language ആണ്. We know that a multitasking can be generally divided into two types. മൾട്ടിടാസ്കിങ്ങിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. നിങ്ങൾ OSൽ പഠിക്കും മൾട്ടി പ്രോഗ്രാമിംഗ് ആൻഡ് മൾട്ടി ത്രെഡിങ്. മൾട്ടി ടാസ്കിങ്ങിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. എന്തൊക്കെയായിട്ടാണ്? മൾട്ടി പ്രോഗ്രാമിംഗ് ആൻഡ് മൾട്ടി ത്രെഡിങ്. എന്താ മൾട്ടി പ്രോഗ്രാമിംഗ്? മൾട്ടി പ്രോഗ്രാമിംഗ് ഈസ് എ മെക്കാനിസം by which we can run more than one program at the same time. ഒരേ സമയത്ത് ഒന്നിൽ കൂടുതൽ പ്രോഗ്രാംസ് നമുക്ക് റൺ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നമ്മളെ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് നമ്മൾ വേഡ്, മൈക്രോസോഫ്റ്റ് ഓഫീസ് വേഡ് നമ്മൾ ആപ്ലിക്കേഷൻ നമ്മൾ റൺ ചെയ്യുന്നു, ടൈപ്പ് ചെയ്യുന്നു. അറ്റ് ദ സെയിം ടൈം വി ക്യാൻ ലിസൺ സം ഓഡിയോ ഓൾസോ. നമുക്ക് പാട്ട് കേട്ട് വേണമെങ്കിൽ അത് ചെയ്യാം. അപ്പം അവിടെ ഓഡിയോ പ്ലെയർ റൺ ചെയ്യുന്നു. അതിൻ്റെ കൂടെ വേറെ വേണമെങ്കിൽ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്ത് നമുക്ക് എന്തെങ്കിലും പെയിൻറ്റിങ്സ് കാര്യങ്ങൾ എന്തെങ്കിലും അത് വേണമെങ്കിൽ ചെയ്യാം. ഫോട്ടോസ് എന്തെങ്കിലുമൊക്കെ ടച്ച് ചെയ്യാം. ഇതെല്ലാം ഒരേ സമയത്ത് നടക്കുമ്പോൾ ഇത് നമ്മൾ വിളിക്കുന്ന പേരാണ് മൾട്ടി പ്രോഗ്രാമിംഗ്. ഒരേ സമയത്ത് ഒന്നിൽ കൂടുതൽ പ്രോഗ്രാംസ് നമ്മൾ റൺ ചെയ്യും. ആൻഡ് മൾട്ടി ത്രെഡിങ് മീൻസ് എ സിംഗിൾ പ്രോഗ്രാം ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു മെനി ത്രെഡ്സ്. ഒരു പ്രോഗ്രാമിനെ നമുക്ക് പല ത്രെഡായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒരു പ്രോഗ്രാമിനെ പല പാർട്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പം നമ്മൾ വിളിക്കും ഈച്ച് പാർട്ട് ഈസ് കോൾഡ് എ ത്രെഡ്, ഓർ ത്രെഡ് ഈസ് എ പാർട്ട് ഓഫ് എ സിംഗിൾ പ്രോഗ്രാം. ഒരു പ്രോഗ്രാമിനെ നമ്മൾ പല ഡിവൈഡ് ചെയ്യുമ്പോഴാണ് അതിലൊരു പാർട്ടിനെ വിളിക്കുന്ന പേരാണ് ത്രെഡ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പിന്നീട് പഠിക്കും. അപ്പം ഇങ്ങനെ ത്രെഡ് ചെയ്യുന്നത് എന്തിനാണ് ഇത് ചെയ്യുന്നത്? ഡ്യൂറിങ് എക്സിക്യൂഷൻ ഈച്ച് ത്രെഡ് വിൽ ആക്ട് ആസ് എ സെപ്പറേറ്റ് പ്രോഗ്രാം. എക്സിക്യൂഷൻ്റെ സമയത്ത് ഈ ഒരു പ്രോഗ്രാമിൻ്റെ തന്നെ പല ഭാഗങ്ങളായിട്ടുള്ള ഓരോ ത്രെഡും സെപ്പറേറ്റ് പ്രോഗ്രാം പോലെ ആക്ട് ചെയ്യും. എന്ന് പറഞ്ഞാൽ എവരി ത്രെഡ് വിൽ കം ഓൺ എ ക്യൂ ഫോർ ദ അവൈലബിലിറ്റി ഓഫ് ദ പ്രോസസ്സർ. എക്സിക്യൂഷൻ്റെ സമയത്ത്
പ്രോസസ്സറിൻ്റെ അവൈലബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു സിംഗിൾ ആപ്ലിക്കേഷൻ അല്ല വന്ന് നിൽക്കുന്നത്. പകരം എന്താണ്, ഈ സിംഗിൾ ആപ്ലിക്കേഷൻ്റെ പല ത്രെഡുകൾ സെപ്പറേറ്റ് ആയിട്ട് 1 by 1 ആയിട്ട് ക്യൂവിൽ വന്ന് നിൽക്കും. ആൻഡ് ഈച്ച് ത്രെഡ് വിൽ റൺ വെനെവർ ഇറ്റ് ഗെറ്റ്സ് പ്രോസസ്സർ. പ്രോസസ്സർ അവൈലബിൾ ആകുന്നതനുസരിച്ച് അത് കയറി റൺ ചെയ്യും. ദാറ്റ് മീൻസ് each thread or every part of a single application will run concurrently. ഒരു ആപ്ലിക്കേഷൻ്റെ പല ത്രെഡുകൾ ഒരേ സമയത്ത് റൺ ചെയ്യുന്നു. അപ്പോൾ വാട്ട്സ് അഡ്വാൻറ്റേജ് ഓഫ് ദിസ് മൾട്ടി ത്രെഡിങ്? ഇൻ ഓർഡർ ടു മേക്ക് ദി എക്സിക്യൂഷൻ മോർ ഫാസ്റ്റ്, എക്സിക്യൂഷൻ ഫാസ്റ്റ് ആക്കുക. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് സി പി യുനെ നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. അതുപോലെ തന്നെ എക്സിക്യൂഷൻ ഫാസ്റ്റർ ആക്കാം. അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ മൾട്ടി ത്രെഡിങ് ഉപയോഗിക്കുന്നത്. സോ മൾട്ടി ത്രെഡിങ് ഇസ് എ മെക്കാനിസം ബൈ വിച്ച് എ സിംഗിൾ പ്രോഗ്രാം ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു മെനി ത്രെഡ്സ്. നെക്സ്റ്റ്, ജാവ ഈസ് എ ഡിസ്ട്രിബ്യൂട്ടഡ് ലാംഗ്വേജ്. Java is a distributed language, means we can distribute a Java application through network. സാധാരണ രീതിയിൽ രണ്ട് ടൈപ്പ് ആപ്ലിക്കേഷൻസ് ഉള്ളത്. ആപ്ലിക്കേഷൻസ് ക്യാൻ ബി ജനറലി ക്ലാസിഫൈഡ് ആസ് ഇൻറ്റു ടു ടൈപ്സ്: സ്റ്റാൻഡ്-അലോൺ ആപ്ലിക്കേഷൻസ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ആപ്ലിക്കേഷൻസ്. Standalone applications are applications that are installed on a single computer and run under the operating system of that computer. നമുക്ക് ആപ്ലിക്കേഷൻസ് പെൻഡ്രൈവ് വഴിയോ അല്ലെങ്കിൽ നെറ്റിൽ നിന്നോ അല്ലെങ്കിൽ CD-യിൽ ഉപയോഗിച്ചൊക്കെ നമുക്ക് ഏതെങ്കിലും കമ്പ്യൂട്ടറിൽ നമ്മൾ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നു, ആപ്ലിക്കേഷൻ അവിടെ റൺ ചെയ്യുന്നു. ആ കമ്പ്യൂട്ടറിൻ്റെ OS-ൻ്റെ അകത്ത് അതിൻ്റെ ആർക്കിടെക്ചറിൽ അത് റൺ ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്ന എല്ലാ ആപ്ലിക്കേഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡ് അലോൺ ആപ്ലിക്കേഷൻസ് എന്ന് പറയും. രണ്ടാമത്തെ ടൈപ്പാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ആപ്ലിക്കേഷൻസ്. ദാറ്റ് മീൻസ് the main program application is stored on a remote server. വിദൂരത്തിലുള്ള ഒരു സെർവറിൽ ആപ്ലിക്കേഷൻ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ആൻഡ് ദാറ്റ് ആപ്ലിക്കേഷൻ ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ നെറ്റ്വർക്ക് ടു അതർ കമ്പ്യൂട്ടേഴ്സ്. നെറ്റ്വർക്ക് വഴി, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് വഴി മറ്റുള്ള കമ്പ്യൂട്ടറിലേക്ക് ആപ്ലിക്കേഷനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പം ഇൻ്റർനെറ്റ് ആപ്ലിക്കേഷൻസ് എല്ലാം ഡിസ്ട്രിബ്യൂട്ടഡാണ്. നമുക്കറിയാം, നമ്മൾ സൈറ്റ് എടുക്കുമ്പോൾ അതൊരു വെബ് സെർവറിൽ സ്റ്റോർ ചെയ്തേക്കുന്നതാണ്. അതിനെ നമ്മൾ നെറ്റ്വർക്ക് വഴി, ഇൻ്റർനെറ്റ് വഴി നമ്മൾ അവിടുന്ന് ആക്സസ് ചെയ്യുന്നു. അതൊരു ഡിസ്ട്രിബ്യൂട്ടഡ് ആപ്ലിക്കേഷൻ. സോ ഇൻ ദ കേസ് ഓഫ് ജാവ വി ക്യാൻ ഹാവ് മെനി ഡിസ്ട്രിബ്യൂട്ടഡ് ആപ്ലിക്കേഷൻസ്. സോ ജാവ ലാംഗ്വേജ് ഈസ് നോൺ ആസ് എ ഡിസ്ട്രിബ്യൂട്ടഡ് ലാംഗ്വേജ്. ജാവ ഡിസ്ട്രിബ്യൂട്ടഡ് ആപ്ലിക്കേഷൻസ് സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ജാവ ലാംഗ്വേജിനെ നമ്മൾ എന്ത് പറയുക, ഡിസ്ട്രിബ്യൂട്ടഡ് ലാംഗ്വേജ് എന്ന് പറയാൻ കാരണം.